ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വിഷുവിന് നല്ലൊരു കണി മാത്രമല്ല നല്ലൊരു സമ്മാനവും കൂടി കിട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മകൾ വീണ വിജയന് SFIO കുറ്റപത്രം നൽകിയിരുന്നു. മാത്രമല്ല, ഇനിയിപ്പോൾ ED അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. കുറ്റപത്രം EDക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ വകയായിട്ടും ഒരു കണി മാത്രമല്ല ഒരു സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ ഭയങ്കര ഗൗരവതരമായിട്ടുള്ള സംസ്ഥാനത്തിലെ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനിടയ്ക്ക് മാധ്യമങ്ങളാവുന്നത് ശ്രമിച്ചു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മൊഴിയാൻ. പക്ഷെ അദ്ദേഹം ഭയങ്കര ബലവാനായിട്ട് പഴയ ആ ഒരു കടക്ക് പുറത്ത് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, പക്ഷെ അതിന് ഇച്ചിരി അയവ് വന്നിട്ടുണ്ട്, ഇത്തിരി പേടിയൊക്കെ ഉള്ളിലുണ്ടാശാന്. എന്നാലും റിപ്പോർട്ടർ ചാനലിലേക്ക് പല റിപ്പോർട്ടേഴ്സും ഒക്കെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. എന്താണ് ഇതിലൂടെ നിങ്ങൾ ഈ എക്സാലോജിക് കമ്പനി നടത്തിയത്, മകൾ എന്തൊക്കെ ഇടപാടുകളാണ് നടത്തിയത്, മിനിസ്റ്റർ CM അതങ്ങ് തുറന്നു പറഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചപ്പോ, അത് കോടതിയിൽ ഇരിക്കുന്ന കേസല്ലേ, അത് അവിടെ ഇരിക്കും, അത് നമുക്ക് കാണാം. ഇതാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം ഇത്. എനിക്കതിനെ പറ്റി ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ചു മുമ്പ് സംസാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അതൊന്നും അല്ല കേൾക്കേണ്ടത്. നിങ്ങൾക്ക് എന്റെ രക്തം വേണം, എന്റെ മകളുടെ രക്തം വേണം. അത് നടക്കുന്ന കാര്യമല്ല. ആ രക്തത്തിന് വേണ്ടി ഇങ്ങോട്ട് കിടന്ന് വിളിക്കേണ്ട. ഞാൻ രക്തം തരൂല. ആ മനുഷ്യന് രക്തമുണ്ടോ എന്നുള്ളത് ഇനി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. രക്തമൊക്കെ പോയി ഒരുമാതിരി വിളറിയിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഏതായാലും പിന്നീടും ചോദിക്കുന്നുണ്ട്, CMA അത് ഞങ്ങൾക്ക് ചോദിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വമില്ല. നിങ്ങൾക്കിപ്പോൾ ഇതറിയാനാണോ വേണ്ടുന്നേ? എന്റെ രാജ്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നടക്കൂല, ഞാൻ തരില്ല. ഞാൻ ആ കസേര വിട്ടു തരുന്ന പ്രശ്നമേ ഇല്ല. ഏതായാലും മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലാണ്. അദ്ദേഹം ഇനി ആ കസേര എന്ത് ഇനി ലോകം അറിഞ്ഞാലും സംസ്ഥാനത്ത് ഭൂമി ഉൽക്കം വന്ന് എല്ലാവരും പോയാലും ശരി, അദ്ദേഹം ആ കസേരയിൽ നിന്ന് എഴുന്നേക്കൂല. അത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ, പക്ഷേ ജനങ്ങൾക്കറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് എന്നൊരു ബോധം CMന്റെ പദവിയിലിരിക്കുന്ന അദ്ദേഹം മറന്നു പോകുന്നു പലപ്പോഴും. അത് തന്നെയാണ് എല്ലാ മാധ്യമ പ്രവർത്തനം ചോദിക്കുന്നത്. അത് മലയാള മനോരമയോടാ ഞാൻ പറഞ്ഞത്. മലയാള മനോരമയാണല്ലോ കുത്തുന്നത്. അപ്പം മനോരമ മാത്രമല്ല, CMA എല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. CM അത് പറ. CMന് എങ്ങനെ പറയാൻ പറ്റും? മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ SFIO ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രാഥമിക അന്വേഷണത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കൃത്യതയല്ല, ഇതിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, ഇതിൽ അഴിമതി ഉണ്ട് എന്നുള്ള കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൂടാതാണ് ഇനിയിപ്പോൾ ED ഇതിന്റെ രേഖകൾ SFIOയിൽ നിന്നും ഈ ഒരു കുറ്റപത്രത്തിന്റെ രേഖകൾ ആവശ്യപ്പെടുന്നു. അപ്പൊ EDയുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് അത് മറ്റു രീതിയിലേക്ക് അത് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ പിണറായി മകളും ഇനി നിലവിൽ നമുക്കൊരു സംശയം വരും, അങ്ങനെയാണെങ്കിൽ അറസ്റ്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വേഗത്തിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അറസ്റ്റ് ചെയ്യുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് ഒരു ക്ഷീണമാണ്. ഇപ്പോൾ തന്നെ CPM MV ഗോവിന്ദൻ മാഷൊക്കെ ഭയങ്കര തൻ്റെ അടുത്തുള്ള ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങളുടെ സഖാവിനോടൊപ്പം നിൽക്കും എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഒന്ന് അയഞ്ഞിട്ടുണ്ട്. പിന്നെ CPI നമുക്കറിയാം, കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ CPI CPM രണ്ട് ഭാഗമായിട്ട് തിരിയുകയാണ് ചെയ്തത്. CPI ബിനോ വിശ്വം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് പാർട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, പിണറായിയുടെ കാര്യം അല്ലെങ്കിൽ പിണറായി വിജയന്റെ കാര്യം മാത്രം ഞങ്ങൾക്ക് നോക്കിയാൽ മതി, ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കാര്യം മാത്രം ഞങ്ങൾക്ക് നോക്കിയാൽ മതി. മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് ചെയ്യുന്നു ആ കാര്യത്തിൽ പാർട്ടി ഒരു സപ്പോർട്ടും നൽകില്ല. അവിടെ കൊണ്ട് തീർന്നു. അതോടെ മുഖ്യമന്ത്രിയുടെ മൗനമല്ല, അദ്ദേഹം അല്ലെങ്കിലും മൗനത്തിലാണല്ലോ. മുഖ്യമന്ത്രി പിന്നീട് ഒന്നും മിണ്ടാതായി എന്നുള്ളതാണ്. കാരണം CPI ഇപ്പൊ കൃത്യമായിട്ടുള്ള ഒരു വിമർശനം നടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരു കാലത്തും താങ്കളുടെ മകളുടെ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല, അത് താങ്കൾ നോക്കിക്കോണം, പാർട്ടി അതിന് നിൽക്കത്തില്ല. പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. താങ്കളെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ നന്മയും അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അതിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ പാർട്ടി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ മാത്രം, അല്ലാതെ പാർട്ടി ഇതിലൊന്നും ഇടപെടത്തില്ല. LDF എന്ന് പറയുന്നത് ഒരു പിണറായി വിജയന്റെ പാർട്ടിയല്ല, അത് പിണറായിയുടെ പ്രസ്ഥാനമല്ല. LDF എന്ന് പറയുന്നത് ജനങ്ങളുടെയാണ്, എല്ലാവരുടെയും കൂടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലാതെ പിണറായിയുടെ ഒരു ഏകാധിപത്യ പ്രസ്ഥാനമല്ല എന്ന് കുറുക്കി കൊള്ളുന്ന തരത്തിൽ പറയാതെ പറയുകയാണ് ബിനോയ് വിശ്വം. അതേപോലെ തന്നെ CPI പാർട്ടി നമുക്കറിയാം, MA ബേബി
ഇപ്പൊ ദേശീയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. വലിയ എന്താ പറയുന്നേ ആരവങ്ങളും കൊട്ടിഘോഷങ്ങളും ഒക്കെ ആയിട്ടാണ് തെരഞ്ഞെടുത്തത്. പക്ഷെ എം എ ബേബി പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ പിണറായിയോടൊപ്പം ഉണ്ടായിരിക്കും, കേന്ദ്രത്തിന്റെ നിലപാട് കൊണ്ടാണ് ED വന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സഖാവിനെ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രി അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. എന്തായാലും എം എ ബേബിയുടെ വായിക്കകത്ത് ഇപ്പൊ ഫെബിക്കോൾ പൂട്ടി വെച്ചേക്കുവാണ് CPI എന്നുള്ളത് ഇപ്പൊ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം പിന്നെ അതിനുശേഷം എം എ ബേബി വായൊന്നും തുറന്നിട്ടില്ല. അദ്ദേഹത്തിന് തുറക്കാൻ പറ്റില്ല. കാരണം പിണറായിക്ക് എതിരായിട്ടും പറയാൻ പറ്റത്തില്ല, അനുകൂലമായിട്ടും പറയാൻ പറ്റത്തില്ല. അനുകൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഒരുപാട് ബാധിക്കും. കാരണം കേരളത്തിന്റെ ദുഡ്ഡ് വേണമല്ലോ. ഇനിയിപ്പം ദേശീയ പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ ബംഗാളിലും മറ്റുള്ള ത്രിപുരയിൽ ഉൾപ്പെടെ CPM എന്ന് പറയുന്ന പേരേ ഉള്ളൂ. അല്ലാതെ അവിടെങ്ങും ഒരു പാർട്ടിയുടെ ഒരു ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് പോലും കണി കാണാൻ കിട്ടത്തില്ല. പാർട്ടി CPM LDF ശോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വരുന്നിരിക്കുന്നത്. അപ്പൊ ആകെപ്പാടെ ഇനി ഒരു കേരള ഘടകത്തിൽ മാത്രമാണ് പിടിച്ചു നിൽക്കുന്ന. വല്ല ദുഡ്ഡ് വേണമെന്നുണ്ടെങ്കിൽ പിണറായിയുടെ പുറകെ നടന്നെങ്കിലേ വല്ല ദുഡ്ഡ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും എം എ ബേബി ഒരു വാക്കുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. അത് അനുകൂലമായിട്ടുമില്ല പ്രതികൂലമായിട്ടുമില്ല. ഏതായാലും വീണ വിജയൻ വീഴുന്നതോടുകൂടി, ഇനിയിപ്പോൾ അറസ്റ്റ് ഒക്കെ രേഖപ്പെടുത്തുന്നതോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ കിടക്കുന്നതോടുകൂടി ഏകദേശം ഈ ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് നന്നായിട്ട് ഒരു ആടി ഉലയും. കപ്പൽ ഇപ്പം തന്നെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കപ്പിത്താൻ നിയന്ത്രണമില്ലാത്ത രീതിയിൽ അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് അവസ്ഥയിൽ എത്തുമോ എന്നുള്ളത് അറിയില്ല. നല്ല കപ്പിത്താന്റെ ജോലിക്കാരും ഏകദേശം ഒരു തരത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറഞ്ഞിരിക്കുന്ന CMRL എക്സാലോജിക്ക് കരാറിലെ SFIO റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കാമെന്നാണ് വിചാരണ കോടതി വ്യക്തമാക്കുന്നത്. കുറ്റം ചുമത്തുന്നതിന് മതിയായ തെളിവുണ്ടെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. കമ്പനി നിയമത്തിലെ 129, 134, 447 എന്നീ വകുപ്പുകൾ നിലനിൽക്കും. കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തുടർ നടപടിയുടെ ഭാഗമായി വീണ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി ആദ്യം സമൻസ് അയക്കും. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ തീരുമാനം, ഈ സമൻസ് അയക്കുന്നത്. കേസിൽ നമ്പർ ഇടുകയാണ് ഇപ്പോഴത്തെ ആദ്യ നടപടി. പിന്നീട് അതിനുശേഷം സമൻസ് അയക്കും. പിന്നീട് അത് കോടതിയിലേക്ക് പോകും. ഒപ്പം ഈ SFIO എടുത്ത കുറ്റപത്രത്തിന്റെ പകർപ്പ്, കള്ളപ്പണം കുറ്റങ്ങൾ ഉള്ളത് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഈ രേഖകൾ മുഴുവനും ED ഉദ്യോഗസ്ഥർക്ക് അല്ലെ EDക്ക് അത് കൈമാറും. അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ കൈമാറുമെങ്കിൽ വീണ വിജയന്റെ കാര്യം അതോടെ അധോഗതിയാവും, ഏകദേശം തീരുമാനമാവും. ഇനി മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള സഖാക്കന്മാര് ഈ കാര്യത്തിൽ ഇനി എന്താണ് ജനങ്ങളോട് ബോധിപ്പിക്കുന്നത്? ഞങ്ങൾ ആദായ നികുതി അടച്ചു, ഞങ്ങൾ ഇൻകം ടാക്സ് അടച്ചു, ഞങ്ങൾ ചെയ്തതിന് ഇടപാടുകൾ ഞങ്ങൾ തീർത്തു എന്ന് പറയുമ്പോഴും AKG സെന്ററിന്റെ അഡ്രസ്സിൽ ഉൾപ്പെടെയാണ് കത്തിടപാടുകളും മറ്റുള്ള കാര്യങ്ങളും വന്നിരിക്കുന്നത്. അതിന് ME ഗോവിന്ദന് ഒന്നും തന്നെ പറയാനില്ല. അത് ഞങ്ങൾ ഇത്രയും നാളുകളായിട്ട് എക്സാലോജിക്ക് മാസപ്പടി കേസും ഒക്കെ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു. AKG സെന്ററിന്റെ പേരിൽ കത്ത് വന്നതും അല്ലെങ്കിൽ AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തതുമായിട്ടുള്ള ബന്ധപ്പെട്ട രേഖകൾ ഇനി ഞങ്ങൾ ഒന്ന് പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോഴും ME ഗോവിന്ദനോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകള് എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അത് അവര് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, സ്ത്രീയാണ്. അവര് എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ബിനീഷ് കോടിയേരിയുടെ മോന്റെ കാര്യത്തിൽ നിങ്ങളെടുത്ത തീരുമാനം എന്തുകൊണ്ട്? അത് വേറെ കേസ്, ഇത് വേറെ കേസ്. എന്തും പറയാൻ ഇപ്പോൾ സഖാക്കന്മാർക്ക് എന്തും നാവിന് വരുന്ന രീതിയിൽ പറയാം എന്നുള്ളതായി. അതിന് കൂടെ നിൽക്കാൻ കുറെ മന്ദബുദ്ധികൾ എന്ന് വെച്ചാൽ ഒരു ഗൗരവം ഇല്ലാതെ ചിന്തിക്കാൻ കുറെ പാവം പിടിച്ച അണികള്, പാവപ്പെട്ട ജനങ്ങൾ, അത് കമ്മ്യൂണിസത്തെ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അത്യധികം നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ജനങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കുക. നമ്മളുടെ കുടുംബത്തിൽ, അവരവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ അതിന് കൈയടിക്കാതെ, എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ
തെറ്റ് ചെയ്തെങ്കിൽ അത് അച്ഛനാണെങ്കിലും അത് അമ്മയാണെങ്കിലും സഹോദരനാണെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് പറയുന്നവനായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. അല്ലാതെ അതിന് കുട പിടിക്കുകയല്ല ചെയ്യുന്നത്. തെറ്റ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് എല്ലാവരെയും വിശ്വാസമായിരിക്കും. നമ്മൾ ഒരു പാർട്ടിയിൽ ഒരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ അമിതമായിട്ട് വിശ്വസിക്കും. പക്ഷെ ആ അമിത വിശ്വാസം, അമിത ആവേശം നേരെ നമ്മളിലേക്ക് തന്നെ തിരിയും. മാത്രമല്ല നമ്മുടെ തലമുറയെ ബാധിക്കും, അതൊരു സംസ്ഥാനത്തെ ബാധിക്കും. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾ തെറ്റ് ചെയ്തു എന്നുള്ളത് കോടതിക്ക് ആദ്യത്തെ രീതിയിൽ ആദ്യമേ തന്നെ മനസ്സിലായി കഴിഞ്ഞു. ഇനിയുള്ളത് തുടർ അന്വേഷണങ്ങളാണ്. ഇനി മകളെ രക്ഷിക്കുക. മകൾ ഇനി കാനഡയിലേക്കോ ദുബായിലേക്കോ ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ള അറിയില്ല. ഇനി ഇവിടുന്ന് പറത്തി വിടുവോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ പണ്ട് പല നേതാക്കന്മാരുടെയും മക്കളൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി അത്തരത്തിൽ പോകുമോ എന്നുള്ളത് അറിയില്ല. ഇനി ഇതിനെ നേരിടും, എങ്ങനെ മുഖ്യമന്ത്രി നേരിടും എന്നുള്ളത് അറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി യാതൊരു കൂസലും ഇല്ലാണ്ടാണ് നടക്കുന്നത്. ഇനി ആ കൂസൽ ഇല്ലാതെ നടക്കുന്നത് അദ്ദേഹം മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ട് ഇതിനെ തേച്ചു മായ്ച്ച് കളയാനാണോ എന്നുള്ളതും അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും.